ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ മഞ്ഞ് വീഴ്ചയ്ക്കൊരു ശമനമുണ്ട്, വെയിൽ വന്നിട്ടുണ്ട്. അതായത് നമുക്കിങ്ങനെ ജാക്കറ്റ് ഇടാതെ കാമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ തൊട്ടടുത്ത് ഒരു 7-Eleven, അതായത് ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അവിടെ പോയിട്ട് സ്മൂതി ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂമിലിരുന്നിട്ട് വേറെ പണിയൊന്നുമില്ല, ഞായറാഴ്ച അല്ലേ, അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, സൈക്കിൾ എടുത്തിട്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ ഈ സ്മൂതി ഒരുപാട് റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാണ്. കാരണം ഇതുപോലെയുള്ള കമ്പനികളിൽ പോയിട്ട് സ്മൂതി ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നത് ഒരുപാട് റീൽസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ പോയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഫ്രീ അല്ലേ. അങ്ങനെ അടുത്തുള്ള 7-Elevenലേക്ക് വന്നു. ഇതുപോലെയുള്ളൊരു സ്മൂതീൻ്റെ ഒരു ഫ്രീസർ ഇവർ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. അപ്പോൾ ഞാനൊരു സ്ട്രോബെറി ഫ്ലേവറാണ് എടുത്തത്. ഇതിൽ കണ്ടോ ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു മെഷീനിലാണ്. അപ്പോൾ ഇത് സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു മെഷീൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കവർ പൊളിച്ചിട്ട് നമ്മൾ നൈസായിട്ട് അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി വേറൊന്നുമില്ല, ഇനി ഇതുപോലെയുള്ളൊരു ബട്ടൺ ഓട്ടോമാറ്റിക് വരും, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലെൻഡിങ് തുടങ്ങും. അപ്പോൾ കുറച്ച് ഒരു 30-40 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂതി ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് അവിടെ സ്റ്റെപ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ നമ്മൾ ജ്യൂസ് അടിക്കില്ലേ, അതുപോലത്തെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇതാ നമ്മളെ മിക്സിയിൽ അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട് അകത്തുനിന്ന്. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് സമയത്തെ വെയിറ്റിങ്ങിന് ശേഷം സ്മൂതി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തെടുത്തു. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല റോസ് കളറിൽ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർ സ്ട്രോവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സ്ട്രോ എടുത്തിട്ട് നമുക്ക് പുറത്ത് ഇരുന്നിട്ട് കുടിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നിട്ട് സമാധാനത്തിൽ കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ജപ്പാനിലെ പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.